റിവർ റിസർച്ച് സെന്റർ ഡയറക്ടർ ശ്രീ SP രവിയിലേക്കാണ്. ശ്രീ രവി, ഇപ്പോൾ ഓരോ വർഷവും ഈ ദുരന്തത്തിന്റെ സാഹചര്യം നമ്മളെ നേരിടേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ അതിന്റെ ആഘാതം കുറയ്ക്കാൻ കഴിയുന്നില്ല എന്നൊരു വലിയ ബലഹീനതയായി നിൽക്കുകയില്ല. എന്തുകൊണ്ടായിരിക്കാം? തീർച്ചയായും നമുക്കറിയാം 2018 മുതൽ തുടർച്ചയായിട്ട്, 18 16 മുതൽ തന്നെ തുടർച്ചയായിട്ട് കാലാവസ്ഥയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓരോ ദുരന്തങ്ങൾ, പലതരത്തിലുള്ള ദുരന്തങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ദുരന്തങ്ങൾ ഓരോ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഒന്ന്, ഈ എന്താ പറയാ, അതിതീവ്രമായിട്ടുള്ള മഴ എന്ന് പറയുന്നത് ഇനിയും കൂടി വരും എന്നുള്ളത് ഈ കാലാവസ്ഥാ ശാസ്ത്രജ്ഞന്മാരെല്ലാവരും ഉറപ്പിച്ച് പറയുന്ന കാര്യമാണ്. മറുവശത്ത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തില് നിലവിൽ ഒരു പുഴയും 24 മണിക്കൂറിൽ 30 സെന്റിമീറ്ററോ അതിന് മേലെയൊക്കെ മഴ വന്നു കഴിഞ്ഞാൽ അതിനെ താങ്ങാവുന്ന ഒരു കപ്പാസിറ്റിയിലല്ല ഉള്ളത്. പഴയ കാലത്ത് ഒരു പക്ഷേ, പഴയ കാലത്ത് അങ്ങനെ അത്രയും മഴ വരാറില്ല, ഇടയ്ക്ക് ഉണ്ടായാൽ പോലും കുറച്ചും കൂടെ താങ്ങാവുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. കാരണം പശ്ചിമഘട്ടം കുറെ കൂടെ വനാവൃതമായിരുന്നു. ഇടനാട്ടിൽ വന്നാലും നമുക്ക് ധാരാളമായിട്ട് നെൽവയലുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഭൂവിനിയോഗത്തിൽ വന്നിട്ടുള്ള അനഭിലഷണീയമായിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ മറ്റു പല ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള മഴ പെയ്യുമ്പോൾ ഈ നമുക്ക് 25 സെന്റിമീറ്ററോ 30 സെന്റിമീറ്ററോ അല്ലെങ്കിൽ അതിനപ്പുറം ഒക്കെ ഉള്ള മഴ പെയ്യുന്ന സമയത്ത് അതിനെ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ പുഴകൾക്കോ മറ്റു സംവിധാനങ്ങൾക്കോ ഇല്ല. അത് നാളെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല. പക്ഷെ ലോങ് ടേം ഇക്കോ റിസ്റ്റോറേഷൻ പ്ലാൻ, അതൊരു എന്താ പറയാ, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്നത് അത് പല തലത്തിൽ ചെയ്യേണ്ടതാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് നോക്കണം. അതുപോലെ തന്നെ ലോങ് ടേമിൽ ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പൊ ആ ലോങ് ടേമിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകണം. പക്ഷെ ഇപ്പോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടത് അത്തരത്തിലുള്ള മഴ, ആ അതിതീവ്രമായിട്ടുള്ള മഴ ഏത് സമയത്തും എവിടെ വേണമെങ്കിലും കേരളത്തിൽ വരാം എന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കത്തിന്റെ സാധ്യത വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ, മലയിടിച്ചിലിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രശ്നബാധിത പ്രദേശങ്ങളെല്ലാം ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള, മഴക്കാലത്ത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള മുന്നൊരുക്കത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ മഴ പെയ്യുന്ന സമയത്ത് ഇപ്പൊ ഓരോ സ്ഥലത്തും, ഇപ്പോ വടശ്ശേരിക്കരയിൽ 300 ചില്ലാനം മില്ലിമീറ്റർ മഴ പെയ്തു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വാഗമണിൽ 300 മില്ലിമീറ്ററിന് മേലെ മഴ പെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും പമ്പയിലായാലും മീനച്ചിലായാലും വെള്ളം കയറും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അവിടെ ആ മഴ, എന്താ പറയാ, ആ ഒരു ഇവന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ഡൗൺ സ്ട്രീമിൽ ഇവാക്യുവേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നടക്കണം. നമുക്ക് ഈ എന്താ പറയാ, ഈ മോണിറ്ററിംഗ് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ 1 മണിക്കൂർ രാത്രി 9 മണി മുതലാണ് ഈ അത്രയും തീവ്രമായിട്ടുള്ള മഴ പെയ്തെന്നുണ്ടെങ്കിൽ 10 മണി 11 മണിയാകുമ്പോഴത്തേക്കും മഴയുടെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ നൗകാസ്റ്റ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ റഡാർ ഇമേജസ് ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ആ മഴ തുടരും എന്നുള്ള ഒരു പിക്ചർ കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിന് താഴെയുള്ള പ്രദേശങ്ങളിൽ ഒരു എന്താ പറയുക, ആൾക്കാരുടെ ഇവാക്യുവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? അത്തരത്തിലുള്ള ഒരു എന്താ പറയാ, ഈ നിലവില് ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള പ്രോട്ടോകോൾ എല്ലാം ഓറഞ്ച് ബുക്കിന്റെ ഭാഗമായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോടെ തയ്യാറാക്കിയിട്ടില്ല, അതിന്റെ അർത്ഥമില്ല. പക്ഷെ ഒരു ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനിൽ നമ്മൾ എത്രമാത്രം പോയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അത് ഇപ്പോഴും വേണ്ടത്ര ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊന്ന് അണക്കെട്ടുകളുമായി ബന്ധപ്പെട്ടാണ്. മുന്നറിയിപ്പുകൾ ശരിയാണ്, നമുക്ക് എന്താ പറയാ, ഈ റെഡ് വരേണ്ടടുത്ത് ഓറഞ്ച് വരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. പക്ഷെ അടുപ്പിച്ച് 2-3 ദിവസം വ്യാപകമായിട്ടുള്ള മഴ പെയ്യുമെന്നുണ്ടെങ്കിൽ നമുക്ക് യെല്ലോ ആണെങ്കിൽ അതിനെ ഓറഞ്ചായിട്ടും, ഓറഞ്ച് ആണെങ്കിൽ അതിനെ റെഡുമായിട്ടും തന്നെ കാണാം, അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ. കാരണം നമ്മുടെ അനുഭവം അങ്ങനെയാണ്. അഥവാ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു റെയിൻഫോൾ റൺ ഓഫ് കോഎഫിഷ്യന്റ് ഒരേപോലെ അല്ല വരിക. ആദ്യത്തെ ദിവസം മഴ പെയ്യുമ്പോൾ നമുക്കൊരു പക്ഷെ ആ പെയ്ത്ത് വെള്ളത്തിന്റെ ഒരു 60-65% ഈ താഴേക്ക് ഒഴുകി വരിക, ബാക്കിയുള്ളത് കുറച്ച് ഇവാപറേഷനായിട്ടും മണ്ണിൽ ഇറങ്ങിയൊക്കെ ചെയ്യും. 2-ാം ദിവസം 3-ാം ദിവസം ആകുമ്പോഴത്തേക്കും പെയ്യുന്ന വെള്ളം മുഴുവനായിട്ട് താഴെ വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയാ, 2-3 ദിവസം അടുപ്പിച്ച് മഴ പെയ്യുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ ആ അലർട്ട് സ്റ്റാറ്റസിന് നമ്മൾ കാണുന്ന രീതി കൂടെ മാറ്റണം. ഇപ്പൊ IMD തിരുത്തിയിട്ട് മാത്രം നമുക്ക് കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല. അവരെ സംബന്ധിച്ച് അവരുടെ പരിമിതികൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇന്ത്യൻ മൺസൂൺ വളരെ കോംപ്ലക്സ് ആണെന്നാണ് വിദഗ്ധരെല്ലാവരും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ തെറ്റുകൾ വരാം. പക്ഷെ ആ തെറ്റുകളല്ല, നമ്മളൊരു എന്താ പറയാ, ഈ ഏറ്റവും ഉയർന്ന ദുരന്ത സാധ്യത തന്നെ കണ്ടുകൊണ്ട് നീങ്ങുക എന്നുള്ളതാണ്. അണക്കെട്ടുകളുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പൊ കേരളത്തിൽ നമുക്കറിയാം, ഈ വെള്ളപ്പൊക്ക അണക്കെട്ടുകളുള്ള പുഴയിലും അല്ലാത്ത പുഴകളിലും വ്യത്യസ്തമായിട്ടാണ് വരിക. ഇപ്പൊ ചാലക്കുടി പുഴയെ സംബന്ധിച്ചും
ഇന്നലെ ഒരു സന്ധ്യ കഴിയുന്നത് വരെയും ഒരു വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഭാഗ്യവശാൽ മഴ കുറഞ്ഞതുകൊണ്ടാണ് ആ ഒരു ഭീഷണിയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. പക്ഷെ അതിനിടയിൽ ഈ പെരിങ്ങൽകുത്ത് അണക്കെട്ടിനെ സംബന്ധിച്ച് അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നു വരികയും അപ്പോൾ MLA കളക്ടറും ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് അവിടെ ഒരു അണക്കെട്ടിലെ റിവേഴ്സ് ലൂയിസ് ഉൾപ്പെടെ തുറക്കുകയും ചെയ്തത് കുറെ ആശ്വാസം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലപ്പോഴും ഇതിനു വേണ്ടി വലിയ സമ്മർദ്ദം ചെലുത്തേണ്ടി വരാറുണ്ട്. ഇത്തരം കാര്യങ്ങളിലെല്ലാം നമുക്ക് പ്രോട്ടോകോൾ കൃത്യമായിട്ടുണ്ടാവണം. അതായത് 2-3 ദിവസം അടുപ്പിച്ച് മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ അണക്കെട്ടുകൾക്ക് മാത്രമാണ് റൂൾ കർവും ബാക്കി കാര്യങ്ങളും ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുള്ളൂ. സെൻട്രൽ വാട്ടർ കമ്മീഷൻ അത്തരം ഒരു 200 മില്യൺ മീറ്റർ ക്യൂബിന് മേലെ സ്റ്റോറേജ് ഉള്ളത് മാത്രമേ അവർ പരിശോധിക്കുന്നുള്ളൂ. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ഈ ചെറിയ അണക്കെട്ടുകൾക്ക് പോലും ചെയ്യാവുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ ഉണ്ടാവണം. കൂടുതൽ അണക്കെട്ടുകളുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇന്റഗ്രേറ്റഡ് റിസർവോയർ മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടാവണം. അങ്ങനെ ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ഇനിയും വൈകാതെ നമ്മളത് ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.